തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക മരണമെന്ന സംശയം. ബാലരാമപുരം സ്വദേശിയാണ് പനി ബാധിച്ച് മരിച്ചത്. ജലാശയങ്ങളിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് സംശയിക്കാൻ എന്താണ് കാരണം? ദിവ്യ, പനി ബാധിച്ച് ഇദ്ദേഹം ഈ ബാലരാമപുരം സ്വദേശി മധ്യവയസ്കനായിട്ടുള്ള ഇയാൾ 12 ദിവസത്തോളം ചികിത്സയിലായിരുന്നു. കാലിലേറ്റ ഇൻഫെക്ഷനെ തുടർന്നാണ് ഇത്തരത്തിൽ അത് പനിയിലേക്ക് മാറുകയായിരുന്നു. ഇദ്ദേഹം ഈ ഇൻഫെക്ഷൻ ഏറ്റ് ചികിത്സയിൽ കഴിയുമ്പോൾ ഈ ഒരു ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ തലച്ചോറിനെ ബാധിക്കുകയും തുടർന്നാണ് മരണം സംഭവിക്കുന്നത്. ഈ കാലിലെ മുറിവിൽ നിന്നുണ്ടായ ഇൻഫെക്ഷനെ തുടർന്നുള്ള പനിയെ തുടർന്നാണ് മരണം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏത് തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ ആണ് എന്നത് ആരോഗ്യ വകുപ്പ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. മസ്തിഷ്ക ജ്വരം ബാധിച്ചാണോ ഈ മരണം എന്ന ഇതിൽ അന്തിമ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ഒരു വ്യക്തത ലഭിക്കും. ഇത്തരത്തിൽ കാലിലുണ്ടായ മുറിവിനെ തുടർന്നാണ് ഇദ്ദേഹം ചികിത്സയിൽ തുടർന്നിരുന്നത്. ഇത്തരത്തിൽ ബാലരാമപുരത്ത് സമീപം ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ചികിത്സ. ഇത്തരത്തിൽ അയാൾ കുളത്തിലെ ജലത്തിൽ നിന്ന് ആണ് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചാണോ മരണം എന്ന സംശയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സമീപവാസികൾക്കൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ കുളങ്ങളിലൊക്കെ കുളിക്കരുതെന്നുള്ള ബോർഡുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നാലേ ഈ മരണത്തെ പറ്റി നമുക്കൊരു വ്യക്തത വരുത്താൻ കഴിയൂ. ദിവ്യ, എന്തായാലും മരണ കാരണം അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്നതിലൊരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.